വീട്ടിൽ വെണ്ടയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കറി റെസിപ്പിയാണ് ഇന്ന്. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു 100 ഗ്രാം വെണ്ട അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അതിലേക്ക് ചെറിയൊരു ഉരുള പുളി, ഒരു തക്കാളി, ഒരു ചെറിയ പീസ് ഇഞ്ചി, 3 പച്ചമുളക്, ഒരു 3-4 വെളുത്തുള്ളി അല്ലിയാണ് എടുത്തത്. ഇനി ഒരു ചട്ടി അടുപ്പിൽ വെച്ചിട്ട് 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച വെണ്ടയും പച്ചമുളകും കൂടെ ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. ഇതൊന്ന് അത്യാവശ്യം ഒന്ന് വഴന്ന് വന്നു കഴിഞ്ഞാൽ നമുക്കിതൊന്ന് കോരിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇനി എണ്ണയിലേക്ക് നമുക്ക് അരിഞ്ഞു വെച്ച തക്കാളി, ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചതും കൂടെ ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കി എടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്കിതൊന്ന് ഒരു മിനിറ്റ് അടച്ചു വെച്ച് കൊടുക്കാം. നന്നായിട്ട് പേസ്റ്റായി വന്നിട്ടുണ്ട്. ഒന്ന് ഉടച്ചെടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി നമുക്കിതിലേക്ക് ഫ്രൈ ചെയ്ത് വെച്ച വെണ്ട ചേർത്ത് കൊടുക്കാം. ഇനി കുറച്ച് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കണം. നമ്മൾ വെണ്ടയൊന്നും വെന്ത് വരേണ്ട ആവശ്യമില്ലല്ലോ. വെണ്ടയ്ക്ക് നമ്മൾ ഓൾറെഡി വേവിച്ച് വെച്ചതാണല്ലോ. ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചതാണ്, ഉലുവ വറുത്ത് പൊടിച്ചത്, 1 ടീസ്പൂണ് മുളക് പൊടിയാണ് ചേർത്തത്. മുളക് പൊടി അങ്ങനെ ഒരുപാട് ചേർത്ത് കൊടുത്തിട്ടില്ല, 1 ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തത്. നമ്മൾ വെണ്ട തന്നെ കറി വെക്കായതുകൊണ്ട് ഒരു ചെറിയൊരു തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിരിക്കുമല്ലോ എന്തായാലും വെണ്ട വെന്ത് കഴിഞ്ഞാൽ. അതുകൊണ്ട് കുറഞ്ഞ പൊടികളൊക്കെ ചേർത്ത് കൊടുത്താൽ മതിയേ. നമുക്കിതിലേക്ക് ഞാൻ അവസാനമായിട്ട് 1/4 ടീസ്പൂണ് പച്ചമല്ലിപ്പൊടിയാണ് ചേർത്തത്, മല്ലിപ്പൊടി. ആ മല്ലിപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് ഇതിന് വരിക. നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. നല്ലൊരു അടിപൊളി വെണ്ട കറി റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടത് ചോറിനൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട്. അത്യാവശ്യം തിക്കായിട്ടുള്ളൊരു ഗ്രേവി ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ കറി ഇഷ്ടപ്പെടാൻ ഒന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. വളരെ സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി കറിയാണിത്. ഇനി നമുക്കിതൊന്ന് വറവ് ചെയ്തെടുക്കണേ. അതിനായിട്ട് ഞാൻ 1/2 ടീസ്പൂൺ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നമ്മൾ 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ നമ്മൾ ഫ്രൈ ചെയ്യാൻ വേണ്ടി എടുത്തതുകൊണ്ട് ഇതിൽ വളരെ കുറച്ച് എണ്ണയാണ് ചേർത്തത്. നല്ല സൂപ്പർ ടേസ്റ്റുള്ള ഒരു അടിപൊളി വെണ്ടക്കറി റെഡി ആയിട്ടുണ്ട്.